കർത്താവിൻ്റെ ധന്യകരമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ വേളയിൽ തിരുസനിലായിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ കർത്താവിൻ്റെ ദൈവോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തിന് വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അല്പസമയം ദൈവവചനം ചിന്തിപ്പാനായിട്ട് ദൈവസനിലായിരിക്കുന്നല്ലോ. അതിന് ആധാരമായിട്ട് ഒരു തിരുവചനം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഈ സമയം എന്നെ ചിന്തിപ്പിച്ചതായ ഒരു ചിന്തയെന്ന് പറയുന്നത് 4 പ്രാർത്ഥനകളെക്കുറിച്ചാണ്. ഇവിടെ യേശുവിൻ്റെ ക്രൂശിനോട് ചേർന്ന് 2 കള്ളന്മാരെ കൂടെ ക്രൂശിച്ചിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെയാണ് ക്രൂശിച്ചിരുന്നത്. അതിൽ ഒരു കള്ളൻ യേശുവിനെ അങ്ങ് പരിഹസിക്കുകയും, യേശുവെ നീ രക്ഷകനല്ലയോ, നീ നിന്നെ രക്ഷിച്ച് ഞങ്ങളെ കൂടെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം. എത്രത്തോളം യേശുവിനെ ദുഷിക്കാമോ അത്രത്തോളം ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കള്ളൻ പറയുന്നൊരു കാര്യമുണ്ട്: നമ്മൾ സമശിക്ഷാവധിയിൽ അകപ്പെടുന്നു, നമ്മൾ ചെയ്ത അകൃത്യത്തിന് ഫലമായുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു. എന്നാൽ ഇവനോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത തെറ്റിന് പകരമായിട്ട് നമ്മൾ ശിക്ഷ അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് ആ കള്ളൻ നോക്കിയിട്ട് പറയാണ്: ഗുരോ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഇവിടെ ഈ കള്ളൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഓർത്തുകൊള്ളണമേ എന്ന്. എന്തുകൊണ്ടാണ് ഈ കള്ളൻ യേശുവിനോട് അഥവാ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് എന്നെയും ഓർത്തുകൊള്ളണമേ? അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശു ഓർക്കുന്നവനായതുകൊണ്ടാണ്. ആരെയൊക്കെ യേശു ഓർക്കും. ഇത് ക്രൂശിൽ കിടന്ന കള്ളൻ ജീവിതത്തിൽ ആ സന്ദർഭത്തിൽ മാനസാന്തരത്തിന് അനുഭവമുണ്ടായി. ഒരു യഥാസ്ഥാനവും ഒരു സമർപ്പണവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ താൻ യേശുവിനോട് പറയുക, എന്നെ കൂടി ഓർത്തോളണം. അതിന് മറുപടിയായിട്ടാണ് യേശു പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. പ്രിയമുള്ളവരെ, യേശു നമ്മെയും ഓർക്കുന്നവനാണ്. തിരുവചനത്തിൽ യേശു ഓർത്ത പല സന്ദർഭങ്ങളുണ്ട്. അതെ, ഏതെല്ലാം നിലയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, തിരുവചനത്തിൻ്റെ ആദ്യോടൊന്നും പരിശോധിച്ച് നോക്കിയാൽ യഹോവയായ ദൈവം തൻ്റെ ജനത്തെ ഓർത്ത പല സന്ദർഭങ്ങളുണ്ട്. ഓർക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അപേക്ഷിക്കുന്ന ഒരു വ്യക്തി എവിടെയുണ്ടോ അവനെ ഓർക്കുന്ന അല്ലെങ്കിൽ അവളെ ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 136-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെന്ന്. അപ്പോൾ ജീവിതത്തിൽ ദൈവം നമ്മെ ഓർക്കണമെങ്കിൽ അവൻ്റെ സ്ഥലം നിലവിളിക്കുകയും അവൻ്റെ സ്ഥലം മുട്ടുമടക്കുകയും അവൻ്റെ സ്ഥലം താഴ്മയോടെ പാദപീഠത്തിലായിരിക്കുന്നതിൽ തീർച്ചയായിട്ടും അവൻ ഓർക്കും എന്ന് വ്യക്തമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഒരിക്കൽ ഇസ്രായേൽ ജനം തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ 106 സങ്കീർത്തനത്തിൽ 107 സങ്കീർത്തനത്തിലും നിലവിളിക്കുന്ന ആ ഇസ്രായേൽ ജനത്തിന് കർത്താവ് മറുപടി കൊടുക്കുന്നുണ്ട്. അവർ നിലവിളിച്ചപ്പോൾ തൻ്റെ പിതാക്കന്മാരോട് ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞതായ നിയമത്തെ കർത്താവ് ഓർത്ത് അവരെ കടാക്ഷിച്ച് അവർക്ക് വേണ്ടി മറുപടി നൽകിക്കൊടുത്തതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ ഓർക്കുന്നവനാണ്. ഓർക്കണമെങ്കിൽ എന്ത് വേണം? നിലവിളിക്കണം, താഴ്മയോടെ അപേക്ഷിക്കണം. ഈജിപ്തിൽ കഷ്ടത അനുഭവിച്ച ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആ നിലവിളിയെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പറയുന്നത്, അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കർത്താവ് മോശ മുഖാന്തരം അരുളി ചെയ്ത്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു. അപ്പോൾ ഇതിങ്ങനെ കേൾക്കാൻ കാര്യം അവർ നിലവിളിച്ചത് കൊണ്ടാണ്. നിലവിളിച്ചപ്പോഴാണ്, അഥവാ അവരെ ദൈവഭാഗത്ത് സമർപ്പിച്ച് കരഞ്ഞപ്പോഴാണ് കർത്താവ് കേട്ടതെന്നും, കേൾക്കുക മാത്രമല്ല അവരോട് പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ കർത്താവ് ഓർത്ത് അവർക്ക് മറുപടി കൊടുക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ തിരുവചനം ആദ്യോടൊന്നും പരിശോധിച്ച് നോക്കിയാൽ ദൈവം മുമ്പാകെ ആര് കരയുന്നു, ആര് പ്രാർത്ഥിക്കുന്നു, ആര് നിലവിളിക്കുന്നു, ആര് താഴ്മയോട് ചെല്ലുന്നു, അവരെ ഓർക്കുകയും അവരോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിവൃത്തിയാക്കുകയും ചെയ്യുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഹിസ്കിയാവ് രോഗശയ്യയിൽ താൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ തനിക്ക് സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് താൻ ഇങ്ങനെ പറയുന്നു, കർത്താവ് എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. താൻ പറയാണ്, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലത്തിൻ്റെ അവസ്ഥ കടന്നു വന്നു, മരണവാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ വളഞ്ഞു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു, എന്നാൽ ഞാൻ എളിമപ്പെട്ടു, യഹോവ എന്നെ രക്ഷിച്ചെന്ന. അപ്പോൾ ദൈവം മുമ്പാകെ ആര് എളിമപ്പെടുന്നു, ആര് കരയുന്നു, ആര് പ്രാർത്ഥിക്കുന്നു, അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, കർത്താവ് നമ്മെ ഓർക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ സന്നിൽ കരഞ്ഞെങ്കിലേ മതിയാകുള്ളൂ, അവൻ സന്നിൽ പ്രാർത്ഥിച്ചെങ്കിലേ മതിയാകുള്ളൂ. ഇസ്രായേൽ ജനം അവിടെ വിഷമസന്ധിയിൽ അവർ നിലവിളിച്ചപ്പോഴാണ് യഹോവയെ അവരെ ഓർത്തതും, ഓർത്തപ്പോൾ തന്നെ അവരെ വിടുവിപ്പാനുള്ള ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്തതും. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ തങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ ഓർക്കുകയും തങ്ങൾ പ്രവാസത്തിലായിരുന്നപ്പോൾ തങ്ങളെ ആരെല്ലാം കഷ്ടതയിൽ കൂടി കൊണ്ടുപോയോ അവർ നിമിത്തം ഇവരോട് മനസ്സലിവ് കർത്താവ് തോന്നിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സലിവ് തോന്നിച്ച അനേക സന്ദർഭങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നു. യോസഫിനോട് ഭരണാധികാരികൾക്ക് മനസ്സലിവ് തോന്നി. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനോട് മനസ്സലിവ് തോന്നി. ചന്ദ്രക്ക് മേശയ്ക്ക് അബേദ്യരോട് മനസ്സലിവ് തോന്നി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു പ്രാർത്ഥനയും അപേക്ഷയുണ്ട്. അപ്പോൾ എൻ്റെ വിഷയം ഇന്ന് എന്തെന്ന് ചോദിച്ചാൽ 4 പ്രാർത്ഥനകൾ. അതിലൊന്നാമതാണ് അവൻ ഓർക്കുന്നവനാണ് എന്ന്. കാര്യം ഓർക്കുന്നവനാണ്. കാര്യം ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അവൻ ഓർക്കുന്നവനായതുകൊണ്ടാണ്. അപ്പോൾ ഓർക്കുന്നവൻ മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് തിരുവനന്തപുരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരിക്കൽ യേശു കർത്താവ് യെരിഹോവിനടുത്ത അവരുടെ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യെരിഹോവിനടുത്തപ്പോൾ വഴിയിലിരുന്നതായ ബർത്തിമ എന്ന കുരുടൻ, അവൻ്റെ നിലവിളി ഇങ്ങനെയാണ്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അത് അങ്ങനെ കരുണ തോന്നണമേ എന്ന് നിലവിളിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു കരുണയുള്ളവനായതുകൊണ്ടാണ്. അപ്പോൾ യേശു കരുണയുള്ളവനാണെങ്കിലും, യേശു ഓർക്കുന്നവനാണെങ്കിലും,
ആവശ്യക്കാരെന്ത് വേണം? നിലവിളിക്കണമെന്നുള്ളതാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ ഒരുപാട് രോഗികളും ഒരുപാട് അസ്വസ്ഥയുള്ളവരും ഒരുപാട് വേദനയുള്ളവരും ഒരുപാട് ഭാരമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഒന്നും യേശു സൗഖ്യമാക്കിയിട്ടുമില്ല, എല്ലാവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിട്ടുമില്ല. പിന്നെ ആർക്ക് പരിഹാരം കൊടുത്തു എന്ന് ചോദിച്ചാൽ, ആരാണ് ആവശ്യബോധത്തോടെ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, അവർക്കെല്ലാം അതാത് നിലയുള്ള മറുപടി നൽകിക്കൊടുക്കുവാനിടയായി തീർന്നു. ഇതാ ഈ മനുഷ്യൻ, അഥവാ ഈ ബർത്തിമായി എന്ന കുരുടൻ, യേശുവിൻ്റെ ആ വരവ്, ആ ആരവാരം കേട്ട്, തന്നോട് കൂടെ വരുന്ന ജനത്തിൻ്റെ ആരവാരമൊക്കെ കേട്ടിട്ട് തനിക്ക് ബോധ്യമായി യേശു വരുന്നെന്നുള്ളത്. അപ്പോൾ യേശു വരുന്നെന്ന് മനസ്സിലാക്കും മാത്രമല്ല, യേശുവിൻ്റെ പാരമ്പര്യം കൂടി അറിയാമായിരുന്നു. യേശു എന്തിനു വേണ്ടി വന്നു എന്നുള്ള വിവരം താൻ അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ തനിക്ക് ബോധ്യമായി, എൻ്റെയും പ്രശ്നത്തിന് പരിഹാരം തരുവാൻ യേശുവിന് കഴിയുമല്ലോ. അങ്ങനെ ചിന്തിക്കാൻ കാര്യം യേശു മനസ്സലിവുള്ളവനായതുകൊണ്ടാണ്. യേശു മനസ്സലിവുള്ളവനായതുകൊണ്ടാണ് ഈ മനുഷ്യൻ യാചിച്ചത്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ദൈവത്തിന് മറുപടി കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും തൻ്റെ മറുപടിയെ തടയുവാൻ വേണ്ടി മുൻ ചെല്ലുന്നവരുണ്ടായിരുന്നെങ്കിലും ഇവൻ്റെ ആ യാചനയെ മറ്റു പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഇവൻ വീണ്ടും അധികമായി നിലവിളിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും അവൻ പറയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, അഥവാ എന്നോട് മനസ്സലിവ് ഉണ്ടാകണമേ എന്ന് അധികമായി നിലവിളിച്ചപ്പോഴാണ്, രണ്ടാമതും നിലവിളിച്ചപ്പോഴാണ് യേശു തന്നോട് കൂടെ നിന്നവരോട് പറയുന്നത്, അവനോട് പറ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കാൻ പറയാൻ. അങ്ങനെ അവർ പറഞ്ഞു. യേശു അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശുവിന് അവന് മറുപടി കൊടുക്കുന്നു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അപ്പോൾ രണ്ടാമത്തെ പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ, യേശു മനസ്സലിവ് ഉള്ളവനായതുകൊണ്ട്, അഥവാ കരുണ തോന്നുന്നവനായതുകൊണ്ട് ഇവൻ ചോദിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് യേശു ഓർക്കുന്നവൻ. രണ്ടാമത്തെ പോയിന്റ് യേശു കരുണ തോന്നുന്നവനാണ്. കരുണ ആയതുകൊണ്ടാണല്ലോ യേശുവിനോട് ചോദിച്ച എന്നോട് കരുണ തോന്നണമേ എന്ന്. മൂന്നാമത് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്നു. നമുക്ക് ആ സംഭവം അറിയാം. അത് യേശു ആ ചോദ്യത്തിന് മറുപടി ആദ്യമൊന്നും കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. യേശുവും ശിഷ്യന്മാരും ശുശ്രൂഷയുടെ ആ കടൽ നിമിത്തം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലാണ് യേശുവിൻ്റെ അടുത്തേക്കും ഈ ശിഷ്യന്മാരുടെ അടുത്തേക്കും ഈ കനാനിലുള്ളതായ ഈ സ്ത്രീ ചെന്ന് തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്നത്. ശിഷ്യന്മാർക്കോ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യേശുവിൻ്റെ അടുത്ത് ചെന്നു. യേശുവിൻ്റെ അടുത്ത് നിന്നപ്പോൾ യേശു ആ ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ സ്ത്രീ ചെയ്തതെന്താ? ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും തൻ്റെ സ്വന്തക്കാരും ചർച്ചക്കാരും ഒക്കെ തന്നെ അകറ്റിക്കളഞ്ഞ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ, കനാനിൽ നിന്നുള്ളതായ ഒരു സ്ത്രീ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ ഒരുപാട് പ്രതികൂലമൊക്കെ നേരിടേണ്ടി വരും. ആ പ്രതികൂലത്തേക്ക് തരണം ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ യേശുവിൽ നിന്ന് മറുപടി ലഭിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എന്ത് വേദന ഉണ്ടാവും. മാത്രമല്ല, യേശുവിൽ നിന്നുള്ള മറുപടി മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നതല്ല എന്നുള്ള വാക്കൂടെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് ഈ കനാന്യ സ്ത്രീക്ക് വളരെ ഭാരവും വേദനയും ഉണ്ടായി. പക്ഷേ
ഈ പ്രതികൂല സാഹചര്യത്തിലും അവൾ പിന്മാറിപ്പോവാതെ യേശുവിൻ്റെ അടുത്ത് നിന്ന് കവണ് വീണ് അഥവാ കാൽക്കൽ വീണുകൊണ്ട് യേശുവിൻ്റെ പറയണം, യേശുവേ എന്നെ സഹായിക്കണമേ. നോക്കണമേ, യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഒരു പ്രാർത്ഥനയാണ്, എന്നെ സഹായിക്കണമേ. യേശു കർത്താവ് സഹായിക്കുന്നവനായതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന അവൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ 3 പോയിന്റ് കൂടി ഞാൻ ഓർപ്പിച്ചു. 1, അവൻ ഓർക്കുന്നവനാണ്. 2, അവൻ കരുണ തോന്നുന്നവനാണ്. 3, അവൻ സഹായിക്കുന്നവനാണ്. അതുകൊണ്ടാണ്, സഹായിക്കുന്നവനായതുകൊണ്ടാണല്ലോ ഈ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ വീണ് പറയുന്നത്, എന്നെ സഹായിക്കണമേ. അപ്പോഴും യേശു അതിനെ സഹായിപ്പാനായിട്ടൊരു മനസ്സായിട്ട് അവിടെ തോന്നിക്കുന്നില്ല. പിന്നെന്താ? ഇവളോട് യേശു പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൾ ചെയ്തത്, കർത്താവെ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയെങ്കിൽ വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് യേശുവിനെ പിടിച്ച് കുലുക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യേശു തന്നിരിക്കുന്ന അതേ വാക്ക്, അതേ വചനം ഉപയോഗിച്ച് ഈ സ്ത്രീ തിരിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, സ്തോത്രം, യേശുവിനെ പിന്നെ അങ്ങോട്ട് ചലിക്കുവാൻ കഴിഞ്ഞു. യേശുവിനെ അതേ തീർച്ചയായിട്ടും യേശുവിൽ നിന്ന് മറുപടി തരത്തൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ. അതേ രീതിയിൽ ഈ സ്ത്രീ പ്രാർത്ഥിച്ചെന്നുള്ള യേശുവിൻ്റെ വചനം വെച്ച്, ആ വചനത്തിൻ്റെ ആ സത്യം വെച്ച്, ആ വചനം ഉരുവിട്ടുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്, നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കണം, ആ നാഴികയിൽ തന്നെ തൻ്റെ മകളുടെ രോഗത്തിന് സൗഖ്യം ഉണ്ടാകുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭാഗത്തുനിന്ന് നമുക്ക് വ്യക്തമായൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശു ഓർക്കുന്നവനാണ്, യേശു കരുണ തോന്നുന്നവനാണ്, യേശു സഹായിക്കുന്നവനാണ്. യേശു സഹായിക്കുന്നവൻ മാത്രമല്ല, ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിന് പോലും ഒരു ആപത്ത് സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ യേശു കടൽ മീത് നടക്കുന്ന സാഹചര്യത്തിൽ പത്രോസിനും ഒരാഗ്രഹം, എന്നെ കൂടെ, അത് ഞാനും കൂടെ കടൽ മീതെ ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് യേശു മറുപടി പറഞ്ഞു. ഈ ശിഷ്യനായ പത്രോസും എന്ത് സംഭവിച്ചു? കടൽ മീതെ നടക്കുവാൻ ആരംഭിച്ചു. എന്നാൽ മുന്നോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തനിക്കൊരു ചിന്ത ഉള്ളിലേക്ക് വന്നു. എന്താ? അയ്യോ, ഇത് കടലല്ലേ, ഇത് തിരമാലയൊക്കെ വരുന്നല്ലോ, ചുഴലി വരുന്നല്ലോ, ഞാൻ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഒരു ഭയം തനിക്ക് നേരിട്ടപ്പോൾ താൻ മുങ്ങാൻ ആരംഭിച്ചു. മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. എന്തുകൊണ്ട് ഈ പത്രോസ് എന്നെ രക്ഷിക്കണമേ എന്ന് ഉള്ള ആ ഒരു നിലവിളി ഉണ്ടായത്? പത്രോസിനറിയാം ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും കർത്താവിനെ രക്ഷിപ്പാൻ കഴിയുമെന്ന്. അപ്പോൾ അവൻ രക്ഷിക്കുന്നവനായതുകൊണ്ടാണ് രക്ഷിക്കണമേ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 4 പോയിന്റ് ഞാനിവിടെ ഓർപ്പിച്ച്. 1, അവൻ ഓർക്കുന്നവനാണ്. 2, അവൻ കരുണ തോന്നുന്നവനാണ്. 3, അവൻ സഹായിക്കുന്നവനാണ്. 4, അവൻ രക്ഷിക്കുന്നവനാണ്. ഈ ഓർക്കുന്ന, ഈ സഹായിക്കുന്ന, അതേ ഈ കരുണ തോന്നുന്ന, ഈ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കോട് നിർത്തുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.